1954 ഫെബ്രുവരി മാസത്തിൽ പ്രസിദ്ധീകരിച്ച സുവിശേഷൻ മാസികയിൽ സുവിശേഷൻ KG കുര്യൻ എഴുതിയ സുവിശേഷവും സംശയവും എന്ന ലേഖനമാണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നത്. കർത്താവിനെ കൈക്കൊണ്ടവർക്കും തന്നെ പകച്ചവർക്കും മധ്യേ വേറൊരു കൂട്ടരുണ്ടായിരുന്നു, സംശയിച്ചവർ. ഇവൻ തന്നെയാണോ ക്രിസ്തു? ഇവനല്ലെങ്കിൽ പിന്നെ ആരാണ്? ഇവനാണെങ്കിൽ എന്തുകൊണ്ട് വിദേശഭരണം അവസാനിപ്പിക്കുന്നില്ല? ഇവൻ ക്രിസ്തു അല്ലെങ്കിൽ ഈ അടയാളങ്ങൾ ചെയ്യുന്നത് എങ്ങനെ? ഇങ്ങനെ സംശയക്കാറ്റിൽപ്പെട്ട് അലഞ്ഞു തിരിഞ്ഞ ഒരു കൂട്ടം. യോഹന്നാൻ 7-8 അധ്യായങ്ങളിൽ ഇവരെ നമുക്ക് കാണാം. ഒരു സുവിശേഷൻ പലപ്പോഴും ഇങ്ങനെയുള്ളവരുമായി ഇടപെടുവാൻ ആവശ്യം നേരിടും. അനിശ്ചിതാവസ്ഥ സുനിശ്ചിതമായി മാറുവാൻ, സംശയം വിശ്വാസമായി ഉടലെടുക്കുവാൻ തർക്കിച്ചു നിൽക്കുന്നവർ ഒരു തീരുമാനത്തിലെത്തുവാൻ സഹായിക്കേണ്ടത് ഒരു സുവിശേഷന്റെ കർത്തവ്യമത്രേ. വിശ്വാസ വിഷയങ്ങളിൽ സംശയത്തിനൊരു സ്ഥാനമുണ്ട്. അവിശ്വാസം ഒരു വിലങ്ങുതടിയായി നിൽക്കാറുണ്ടെങ്കിലും സംശയിക്കുന്നവർക്ക് പുരോഗമനത്തിന് മാർഗമുണ്ട്. യാതൊരു സംശയവും കൂടാതെ വിശ്വാസകാര്യങ്ങളെ മുറുകെ പിടിച്ച് മുൻപോട്ട് വന്നിട്ടുള്ളവരെക്കാൾ ആദ്യം സംശയിച്ചിട്ട് പിന്നെ വിശ്വാസത്തിൽ ഉറച്ചിട്ടുള്ളവർ കൂടുതൽ വീര്യമുള്ളവരും തീഷ്ണതയുള്ളവരുമായി കാണാറുണ്ട്. ആത്മാർത്ഥമായ സംശയം ആദരണീയവും പരിഹാര്യവുമാകുന്നു. കർത്താവ് അങ്ങനെയുള്ളവരെ അംഗീകരിക്കുകയാണ് ചെയ്തത്. സംശയം എന്നാൽ എന്ത്? ചുരുക്കി പറഞ്ഞാൽ അത് മാറ്റിവെച്ചിരിക്കുന്ന തീരുമാനമാണ്. സംശയം ചിലപ്പോൾ അവിശ്വാസമായി പരിണമിച്ചേക്കാം. അത് ആപൽക്കരമാണ്. എന്നാൽ സത്യാന്വേഷണത്തിൽ ഉണ്ടാകുന്ന ആത്മാർത്ഥമായ സംശയം ദോഷകരമല്ല. സൃഷ്ടിപരമായ ചിന്തയുടെ പ്രാരംഭ പടിയാണ് സംശയം എന്ന് ഡോക്ടർ ഡോബിൻസ് പറഞ്ഞിരിക്കുന്നു. എല്ലാ വലിയ കണ്ടുപിടുത്തങ്ങളും ചില സംശയങ്ങളിൽ നിന്നാണ് മുളച്ചു വന്നിട്ടുള്ളത്. ബേക്കൺ, ഗാലീലിയോ, ഫ്രാങ്ക്ലിൻ, ന്യൂട്ടൺ, കൊളംബസ്, എഡിസൺ ഇവരുടെ എല്ലാം കണ്ടുപിടുത്തങ്ങൾ ചില സംശയങ്ങളുടെ പരിണിത ഫലങ്ങളാണ്. ഇങ്ങനെ തന്നെ വിശ്വാസകാര്യങ്ങളിലും സത്യാന്വേഷണങ്ങളിലും സംശയം കൂടുതൽ വെളിച്ചത്തിലേക്ക് വഴികാട്ടുവാൻ സാധ്യതയുള്ളതാണ്. ഇനിയും സംശയിക്കുന്നവർ തന്നെ പലതരത്തിലുള്ളവരാണ്. ഒരു സുവിശേഷൻ ഈ സ്ഥാനത്ത് ഒരു മനഃശാസ്ത്രജ്ഞനെ പോലെ കരുതലോടും വിവേചനയോടും ഇടപെട്ട് സംശയിക്കുന്നവർക്ക് വിശ്വാസത്തിന്റെ മാർഗം ചൂണ്ടിക്കാണിക്കണം. സംശയത്തിന്റെ ഓരോ വശങ്ങളെ നമുക്ക് നോക്കാം. അമ്പരപ്പിക്കുന്ന സംശയം. തങ്ങളുടെ ചിന്താഗതിയിൽ നിന്ന് വളരെ വ്യത്യാസമായി കാര്യങ്ങളെ കാണുവാൻ ഇടവരികയും തങ്ങൾ ചിന്തിക്കുന്നതാണ് ശരിയെന്നും വിചാരിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടരെ ഈ ഇനത്തിൽപ്പെടുത്താം. നമ്മുടെ കർത്താവിന്റെ സഹോദരന്മാർ ഇത്തരം സംശയത്തോടു കൂടിയവരായിരുന്നു. യോഹന്നാൻ 7:1-10 വരെ നോക്കുക. പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നവൻ യേശു ചെയ്യുന്നത് പോലെ അല്ല ചെയ്യേണ്ടത്. രഹസ്യത്തിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. യഹൂദിയയിൽ പോയി പെരുന്നാളിന് വരുന്ന സകലരും കാണുക, അത്ഭുതങ്ങൾ ചെയ്യണം എന്നിത്യാദിയായിരുന്നു അവരുടെ ചിന്തകൾ. യേശു ഇതിൽ നിന്ന് എത്രയും വ്യത്യാസപ്പെട്ടിരുന്നതാനും. യേശുവിന്റെ നിസ്തുല്യത അവർക്ക് ദുർഗ്രഹമായിരുന്നു. കർത്താവിന്റെ മരണ പുനരുത്ഥാനത്തിന് ശേഷമേ അവരുടെ സംശയം പരിഹരിക്കപ്പെട്ടിട്ടുള്ളൂ. അപ്പോസ്തലപ്രവൃത്തി 1:14. തീരുമാനശക്തിയില്ലാത്ത സംശയം. തീരുമാനിക്കുന്നതിനും തിരഞ്ഞെടുക്കുന്നതിനും ഉള്ള കഴിവ് മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണ്. 7:12 യഹൂദന്മാർ യേശുവിനെ കുറിച്ച് പല അഭിപ്രായങ്ങൾ പറയുന്നതായി കാണുന്നു. ഒരു തീരുമാനത്തിലെത്തുവാൻ കഴിയുന്നില്ല. അവൻ നല്ലവൻ അല്ല വഞ്ചകൻ, ഇതിൽ ഏതാണെന്ന് തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. ഈ സംശയത്തിന് കർത്താവിന്റെ മറുപടി നോക്കുക. യോഹന്നാൻ 7:17. തീരുമാനിക്കുവാൻ കഴിയാതിരിക്കുന്നവർ ചെയ്യേണ്ടത് ഇതാണ്: ക്രിസ്തുവിന്റെ ഭാഗത്തേക്ക് കടന്നു വന്ന് അതിന്റെ ഫലങ്ങളാൽ അത് യഥാർത്ഥമാണോ അല്ലയോ എന്ന് പരീക്ഷിച്ചറിയുക. യേശു തർക്കിക്കുകയോ അട്ടഹസിക്കുകയോ ചെയ്യുന്നില്ല. തന്റെ അവകാശങ്ങളെ ഉറപ്പിച്ചു പറയുകയും പ്രായോഗിക ജ്ഞാനത്തിലേക്ക് കടന്നു വരുവാൻ യഹൂദന്മാരെ ക്ഷണിക്കുകയുമാണ് ചെയ്യുന്നത്. അജ്ഞതയുടെ സംശയം. യോഹന്നാൻ 7:25-27 വരെ വാക്യങ്ങളിൽ കാണുന്നവരുടെ സംശയം അജ്ഞതയുടേതാണ്. പകുതി സത്യം അറിയുന്നത് കൊണ്ടുള്ള അജ്ഞതയും തൽഫലമായ സംശയവും. കർത്താവിന്റെ മറുപടി നോക്കുക. വാക്യം 28. തിരുവെഴുത്തുകളെ വിശദമാക്കിയാണ് ഈ സംശയത്തിന് പരിഹാരം. പലരും അവനിൽ വിശ്വസിച്ചു. വാക്യം 31. മുൻവിധിയുടെ സംശയം. യാതൊരു മുൻവിധിയുമില്ലാത്ത മനസ്സ് ഉണ്ടെന്ന് തോന്നുന്നില്ല. നമ്മുടെ ധാരണകൾക്കെതിരായി ചിലത് കേൾക്കുമ്പോൾ നാം സംശയിക്കുകയായി. യേശുവിന്റെ ശത്രുക്കളായ പരീശന്മാരാണ് ഈ കൂട്ടത്തിൽ ഉൾപ്പെടുന്നത്. മുൻവിധിക്കാരോട് ഏർപ്പെടുന്നതാണ് ഒരു സുവിശേഷന് ഏറ്റവും പ്രയാസം. ക്രിസ്തുവിന്റെ അവകാശങ്ങളെ മനസ്സിലാക്കുവാൻ പരീശന്മാർക്ക് ശേഷം കഴിഞ്ഞില്ല. മുൻവിധിയുടെ സംശയം ആപത്കരവും പലപ്പോഴും അപരിഹാര്യവുമായ അവിശ്വാസമായി തീരുന്നതുമാകും. സംശയത്തിനെതിരായി കർത്താവിന് പറയാനുള്ളത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ സംശയങ്ങളെ സംശയിക്കുകയും വിശ്വാസത്തെ വിശ്വസിക്കുകയും ചെയ്യുക എന്നുള്ള ആപ്തവാക്യം എത്രയും അർത്ഥവത്താണ്. സംശയം വിശ്വാസത്തിലേക്കുള്ള ഒരു ചുവട്ടുപടിയായേക്കുമെന്നറിഞ്ഞ് ക്രിസ്തുവിനെക്കുറിച്ച് അറിയാവുന്നതിനനുസരണമായി വർത്തിക്കുക. അപ്പോൾ കൂടുതൽ വെളിച്ചം ലഭിക്കുകയും സംശയം പരിഹരിക്കപ്പെടുകയും ചെയ്യും. പാരമ്പര്യങ്ങളെയും ഊഹാപോഹങ്ങളെയും അർത്ഥസത്യങ്ങളെയും കൊണ്ട് തൃപ്തിപ്പെടാതെ സത്യത്തെ അന്വേഷിച്ച് സ്നേഹിച്ച് അനുഗമിക്കുക.
മുൻവിധികളെ പരിശോധിച്ച് സത്യവിരുദ്ധമെങ്കിൽ പാടെ പരിത്യജിക്കുക. മുൻവിധിക്കാരായ പരീശന്മാർ ഒടുവിൽ കർത്താവിനെ കൊല്ലുവാനാണ് തീരുമാനിച്ചതെന്ന് ഓർക്കണം. ക്രിസ്തുവിനെ വിശ്വസിക്കുക. കേട്ട് തങ്ങളെ തന്നെ ചതിക്കാതെ വിശ്വസിച്ച് പ്രായോഗിക പരിജ്ഞാനത്തോടുകൂടെ സംശയത്തിന് പരിഹാരം നേടുക. 8-ാം അധ്യായത്തിൽ കർത്താവ് യഹൂദന്മാരോട് ആവശ്യപ്പെടുന്നത് അതാണ്. കർത്താവിനെ ഒരു മനുഷ്യ ഗുരു എന്ന നിലയിൽ സ്വീകരിപ്പാൻ അനേകർ തയ്യാറായിരുന്നു. എന്നാൽ തങ്ങളുടെ കർത്താവായി അവനെ സ്വീകരിപ്പാൻ, തൻ്റെ ദൈവത്വത്തെ സ്വീകരിപ്പാൻ ഇഷ്ടമില്ലായിരുന്നു. അതിനാണ് വിശ്വാസം ആവശ്യമായിരിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കുമ്പോൾ സംശയം നീങ്ങുകയും വെളിച്ചം ഹൃദയത്തിൽ പ്രകാശിക്കുകയും ചെയ്യും.